ഹലോ, എല്ലാവർക്കും ലാലസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും 50 നോമ്പൊക്കെ എടുത്തിട്ട് നോയമ്പ് മുറിക്കാൻ കാത്തിരിക്കുകയാവൂലേ. ഈസ്റ്ററിന് എന്താ തവണ സ്പെഷ്യൽ? മിക്കതും ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ അപ്പം ഇറച്ചിയും അല്ലെങ്കിൽ ചോറും കറികളൊക്കെ ആയിരിക്കുമല്ലേ സാധാരണ. അപ്പോൾ ഇത്തവണ നമുക്കൊരു വെറൈറ്റി ഡിഷായാലും ചിക്കൻ മജ്ബൂസ്. ഒരു അറബിക് ഡിഷാണ്. പലരും കഴിച്ചിട്ടുണ്ടാവും. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ വെച്ച് കഴിച്ചിട്ടില്ല കേട്ടോ, ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മജ്ബൂസിന് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഞാൻ വേഗം ഓരോന്നോരോന്ന് പറയാം. എത്ര അളവാണ് വേണ്ടതെന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ഒന്ന് പെട്ടെന്ന് കാണിക്കാം. തക്കാളി 2 എണ്ണം പേസ്റ്റാക്കി എടുത്തത് ഇത്രയുണ്ട്. മല്ലിയില കുഞ്ഞായി അരിഞ്ഞത് 1 പിടിയുണ്ട്. പച്ചമുളക് 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 2 എണ്ണം കീറിയിടാൻ 2 എണ്ണം ഷായിക്ക്. പിന്നെ എടുത്തിരിക്കുന്നത് ഉപ്പാണ്. ഉപ്പ് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിരിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഗാർലിക്ക് ഒരു 10 എതള് എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ലെമനാണ്, ഒരെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇത്ര സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മജ്ബൂസ് മസാല, അതാണ് മെയിൻ ആള് കേട്ടോ, പറഞ്ഞുതരാം. പിന്നെ ചിക്കൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഒനിയൻ ചെറുത് 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 2 എണ്ണം. പിന്നെ നമ്മൾ ബസ്മതി റൈസ്, ജീര റൈസാണ്. ഇത് 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കുമ്പോൾ ഞാൻ പറയാട്ടെ എത്ര വേണമെന്ന്. ഗീ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്, ജസ്റ്റ് ഡെക്കറേഷൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ചിക്കൻ മജ്ബൂസിന് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. കുരുമുളക് ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലി 1 പിടി എടുത്തിട്ടുണ്ട്. ജീരകം അതേപോലെ 1 പിടി എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം 1 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കോലം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ജാതിക്ക അതിൻ്റെ തൊണ്ടും കുറച്ചിടാം കേട്ടോ, അത് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ്. പിന്നെ കറുത്ത ഏലക്ക, വലിയൊരു ഏലക്കയാണ്, അപ്പോൾ അതൊരു 3 എണ്ണം നമ്മൾ ഇടുന്നു കേട്ടോ. പിന്നെ ഏലക്ക, നമ്മുടെ ഗ്രാമ്പു അതിട്ടിട്ടുണ്ട്. പട്ട, അതായത് സിനമൺ സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ചുക്കിടണം. പിന്നെ വറ്റൽ മുളക് സെപ്പറേറ്റ് ചൂടാക്കി ഇടാണ് ചെയ്യുന്നത്. പിന്നെ ബേ ലീഫ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടി റെഡിയാണ്. ഇനി പാത്രം ചൂടാക്കി അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സ്പൈസസ് എടുത്തിട്ടു. വറുത്ത് കോരി മാറ്റിയതിന് ശേഷം സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കുറച്ചിട്ട് കൊടുക്കാം. എൻ്റെ നല്ലോണം അത് വഴറ്റിയെടുക്കണം. സവോള പെട്ടെന്ന് വഴന്ന് വീഴാനായിട്ട് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ റൈസ് ഇടുമ്പോൾ. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചത് അത് നമ്മളിട്ട് കൊടുത്തു. ഇനി നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്നതിന് ശേഷം ഒരു ചെറുതായി വഴൻ തുടങ്ങിയപ്പോൾ 2 പച്ചമുളക് ഞാൻ കീറിയിടുകയാണ്. ഈ പച്ചമുളക് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ, വേറെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. ഇനി നമ്മുടെ ഡ്രൈ ലെമൺ 1 ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഇതിനെ വഴറ്റിയെടുത്ത് ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഏകദേശം ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിന് ശേഷം നല്ലോണം ഇളക്കുക. നല്ലോണം മൂത്തതിന് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഇതൊക്കെ സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കുക. ചിക്കൻ ഞാൻ പറയാൻ വിട്ടുപോയി. ചിക്കൻ ഞാൻ നാരങ്ങ നീരും ഉപ്പും തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലോണം കഴുകി വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയതിന് ശേഷം ചിക്കൻ അങ്ങനെ തിരുമ്മി വെച്ച ചിക്കനാണ്. അതാണ് ഞാനിപ്പോൾ എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെക്കുന്നത്. ചിക്കനെ ഒരു 3/4 ഭാഗമാണ് നമ്മൾ ഇതിലിട്ട് വേവിക്കണം. നല്ലോണം മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3/4 ഭാഗത്തോളം വെന്തതിന് ശേഷം നമ്മളിതെടുത്ത് ഫ്രൈ ചെയ്യും. അപ്പം നമ്മൾ ഇട്ട ചിക്കൻ നല്ലോണം അങ്ങ് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ മജ്ബൂസ് മസാല പൗഡർ ഒരു 3 സ്പൂൺ
മജ്ബൂസ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുക. അതായത് ചിക്കൻ്റെ ലെഗ് പീസിലേക്കും മറ്റ് പീസുകളിലേക്കും ഒക്കെ സെറ്റായിട്ടൊന്ന് പിടിക്കണം. അതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നു. തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതും കൂടി വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കാൻ പോവുകയാണ്. ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് അതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്തതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള പാത്രം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ, ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനത് ഏകദേശം ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഗ്രേവിയിൽ നിന്നും ചിക്കൻ എടുത്ത് നമ്മുടെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഡീപ്പ് ഫ്രൈ അല്ല, അത്യാവശ്യം ഓൾറെഡി വെന്ത ചിക്കനാണല്ലോ 3/4 ഭാഗം. ജസ്റ്റ് ഒന്ന് ആ ഗ്രേവിയൊക്കെ അല്ലെങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് ഞാൻ തിരിച്ചൊന്നിടുകയാണ് കേട്ടോ. 2 വശവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ തിരിച്ചും നേരത്തെ പറഞ്ഞത് അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ല സെറ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്, മസാലയുടെ സ്മെല്ല് പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പതുക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗ്രേവി അവിടെ ഇരിക്കുന്നുണ്ട്. ഗ്രേവിയിലേക്ക് കുറച്ച് പണിയുണ്ട്. അതിലാണ് നമ്മളിനി റൈസ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് ഞാൻ എടുത്തിട്ടു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചിക്കൻ ഞാൻ എല്ലാം സെറ്റാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല. ഇനി ബാക്കിയുള്ള ഓയിൽ നമ്മുടെ ആ ഗ്രേവിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഓയിലുണ്ട് കേട്ടോ, ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് അരി ഇടാൻ പോവാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് സാധാരണ വേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെച്ചാണ് 1/2 മണിക്കൂർ. അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. സോക്ക് ചെയ്യാത്ത അരിയാണെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കണക്കിന് നിങ്ങൾ എടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഓയിൽ ഉണ്ട്, എന്നാലും ആ ഒരു ഫ്ലേവർ നല്ലതാണ്. 1 സ്പൂൺ മതി കേട്ടോ, ചെറിയൊരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ചു. നമ്മുടെ ബസുമതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഏകദേശം ഒരു സോക്ക് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് വേവും. അല്ലാതെ ആണെങ്കിൽ ഒരു മാക്സിമം നല്ല പാത്രം, നല്ല അടച്ചുറപ്പുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം മതി വേവാൻ. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ബസുമതി റൈസ് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ ദം ചെയ്യാനുള്ള പാത്രം സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ഇളക്കി വെള്ളമൊക്കെ കണ്ടോ സെറ്റായിട്ടുണ്ട്. ഞാനിത് മൂടി വയ്ക്കാൻ പോവാണ്. ഇനി ഇതിലാണ് ഞാൻ ദം ചെയ്യുന്നത്. സെയിം പാത്രത്തിലേക്കാണ് ദം ചെയ്യുന്നത് കേട്ടോ. റൈസ് ഞാനെടുത്ത് മാറ്റിയിരുന്ന് വെന്തു. ഞാൻ വീഡിയോ എടുത്തില്ല, സോറി. അപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ആദ്യം എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ റൈസ് മൊത്തം, എനിക്ക് 2 ബാച്ചായിട്ട് ഇടാനുള്ള ചിക്കൻ ഇല്ല. അപ്പോൾ നമ്മുടെ റൈസ് മൊത്തം തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, റൈസ് മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ നമ്മൾ ജസ്റ്റ് മല്ലിയില ഇട്ടിട്ട് മൂടി വയ്ക്കുകയാണ്. ദം ചെയ്യണം നമ്മുടെ പഴയ ബിരിയാണിയിൽ ചെയ്ത പോലെ തന്നെ. അടിയിൽ ഞാനൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് വളരെ തീ കുറച്ച് സിമ്മിലിട്ടിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. റൈസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുന്നു. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം, മാക്സിമം 5 മിനിറ്റ് നേരം ദം ചെയ്യാം. അപ്പോൾ മുകളിലേക്ക് നമ്മുടെ പാത്രം തൊട്ട് നോക്കുമ്പോൾ അറിയാം മുകളിലേക്ക് ചൂട് കയറുന്നത്. മുകളിലേക്ക് ചൂടൊക്കെ ആയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. സെറ്റായിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ മുകളിലേക്ക് കയറി റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ ഒരു മൺകുടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാം എടുത്ത് വെച്ചതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൺകുടത്തിൽ ഒത്തിരി നേരം ചൂട് നിൽക്കും കേട്ടോ, അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അതിൽ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. ഞാനിത് തുറന്ന് കാണിക്കാൻ പോവാണേ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. തുറക്കാൻ പോവാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആഹാ, നല്ല അടിപൊളി വാസനയാണ്, പറയാതിരിക്കാൻ വയ്യ. അത് ആ ചിക്കൻ്റെയും ആ നെയ്യുടെയും അതിൻ്റെ ആ മെയിനായിട്ട് മസാലയുടെ മണം വളരെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ പറയാൻ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായാലും കഴിക്കാനായാലും. പെട്ടെന്ന് നമുക്ക് മടക്കെ തോന്നില്ല. ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മടക്കില്ല, ആ ഒരു ക്ഷീണമൊന്നും ഇല്ല. കാര്യം നട്ട്സൊക്കെ കുറവല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തില്ലേ, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാം നമുക്ക്.
ഒരു അറബിക് ഫുഡോടുകൂടി നല്ല വെറൈറ്റിയായിട്ട് നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാം. എല്ലാവരും ട്രൈ ചെയ്യാം. എൻ്റെ കുട്ടിപ്പട്ടാളത്തിൽ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൊടൊക്കെ അവരെടുത്ത് കയ്യിൽ പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ബൈ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.